+2 കഴിഞ്ഞു. ഇനി ഡിഗ്രി ഏതെടുക്കും? കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയുമില്ല. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എന്നാൽ ഇനി ടെൻഷൻ വേണ്ട, പരിഹാരമുണ്ട്. ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. ഹലോ എവ്രി വൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അഡ്മിറ്റ് കാർഡൊക്കെ ഓൾറെഡി എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ എടുത്തെടുത്ത് പറയുന്ന കാര്യമാണ്, അഡ്മിറ്റ് കാർഡ് കിട്ടിയാൽ മാത്രം പോരാ, നിങ്ങൾ റിവൈസ് ചെയ്ത് അതിലത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ കമ്പൽസറി ആയിട്ടും വായിച്ചു നോക്കണം എന്നുള്ളത്. അപ്പോൾ അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസും റൂൾസ് ആൻഡ് റെഗുലേഷനും എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. +2 കഴിഞ്ഞ് ഡിഗ്രി ഏതെടുക്കും എന്നാണ് ഒരുപാട് സ്റ്റുഡൻസിനുള്ള ഒരു കൺഫ്യൂഷൻ. ഓരോ ഡിഗ്രി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഗ്രി ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഓരോ ഡിഗ്രിക്കുള്ള വാല്യൂ എന്താണ്, അത് പഠിച്ചാലുള്ള ബെനിഫിറ്റ് എന്താണ്, അങ്ങനെ ഒരുപാട് ഡൗട്ട് സ്റ്റുഡൻസ് നമ്മളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ആദിൽ സാറിൻ്റെ ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി 2 ബാച്ച് ഫിൽഡ് ആണ്. പിന്നെ ആരെങ്കിലും ഇൻട്രസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യണം എന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഹാൾ ടിക്കറ്റിനെ പറ്റിയാണ്. അപ്പോൾ ഹാൾ ടിക്കറ്റ് എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് കീപ്പ് ചെയ്യേണ്ടത് ഹാൾ ടിക്കറ്റ്, അതുപോലെ നിങ്ങളുടെ ID കാർഡ്, യൂണിവേഴ്സിറ്റി ID കാർഡ് മറക്കാതെ കീപ്പ് ചെയ്യണം. അതെല്ലാ എക്സാമിന് പോകുമ്പോഴും നിങ്ങൾ കയ്യിൽ എടുക്കാൻ മറക്കരുത്. പിന്നെ ആവശ്യമുള്ള പെന്ന്, പെൻസില്, എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മറക്കാതെ കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്താൽ മാത്രം പോരാ എന്നെല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഹാൾ ടിക്കറ്റ് എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ തവണത്തെ പോലെയല്ല, ഹാൾ ടിക്കറ്റിന് ചെറിയ ഡിഫറൻസ് ഒക്കെ ഇത്തവണത്തെ ഹാൾ ടിക്കറ്റിനുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ ആണ്. എൻറോൾമെന്റ് നമ്പർ നിങ്ങൾക്ക് 10 ഡിജിറ്റ് എൻറോൾമെന്റ് നമ്പർ ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്തവർക്ക്, പഴയ രജിസ്ട്രേഷൻ ചെയ്ത സ്റ്റുഡൻസിനൊക്കെ 9 ഡിജിറ്റ് എൻറോൾമെന്റ് നമ്പറൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം എക്സാം ആൻസർ ഷീറ്റിൽ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പ്രോഗ്രാം കോഡാണ്. പ്രോഗ്രാം കോഡ് ഇത് സോഷ്യോളജിയുടെ പ്രോഗ്രാം കോഡാണ്. അതുപോലെ നിങ്ങൾ ഏത് പ്രോഗ്രാം ആണോ ചൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രോഗ്രാം കോഡ് ഉണ്ടായിരിക്കും. അത് ഹാൾ ടിക്കറ്റിൽ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് എക്സാം ഷീറ്റ്, ആൻസർ ഷീറ്റിൽ ഫില്ല് ചെയ്യേണ്ടതാണ്. അപ്പം നിങ്ങളത് മറന്നു പോകരുത്. പിന്നെ പ്രോഗ്രാം നെയിം, നമ്മളിപ്പോൾ കോഡും അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് ബാച്ചിലർ ഓഫ് ആർട്സ് ഹോണേഴ്സ് ആണ് സോഷ്യോളജി. അപ്പോൾ പ്രോഗ്രാം കോഡും പ്രോഗ്രാം നെയിമും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കോഡ് എന്ന് പറയുമ്പോൾ ഈ ഹോണേഴ്സ് സോഷ്യോളജിയുടെ ഷോർട്ടായിട്ടുള്ള കോഡാണ്. അതിൻ്റെ പ്രോഗ്രാം നെയിം എന്ന് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിരിക്കും. പിന്നെ സ്റ്റുഡൻറ്റിൻ്റെ പേരുണ്ടായിരിക്കും. സ്റ്റുഡൻറ്റിൻ്റെ നിങ്ങളുടെ പേര് കറക്റ്റ് അല്ലേ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. സ്റ്റുഡൻറ്റിൻ്റെ പേരുണ്ടായിരിക്കും. എക്സാം സെൻറ്റർ കോഡ്, എക്സാം സെൻറ്റർ കോഡ് ആൻസർ ഷീറ്റിൽ ചോദിക്കുമ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതണം. എക്സാം സെൻറ്റർ കോഡ് എന്ന് പറയുന്നത് ഇവിടെ 14187 ആണ്. അത് ഈ കോളേജ്, അതായത് സെൻറ്റ് മൈക്കിൾ കോളേജിനെയാണ് ആ 14187 എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ എക്സാം സെൻറ്റർ ഏതാണോ അതിനനുസരിച്ച് കോഡ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ കോഡ് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ മോഡ് ഓഫ് എക്സാം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാം ചൂസ് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കുക പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് എക്സാം സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾ പെൻ ആൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് എക്സാം, അപ്പോൾ ഏത് മോഡിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നത് എന്നാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് ഹാൾ ടിക്കറ്റിൽ ഉണ്ടായിരിക്കും. പിന്നെ എക്സാം സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അത് 1418, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എക്സാം സെൻറ്ററിൻ്റെ കോഡ് ഉണ്ടായിരിക്കും. അത് കൃത്യമായിട്ട് ആ കോളേജിൻ്റെ ഡീറ്റെയിൽസ്, അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ്, ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സാം സെൻറ്റർ എവിടെയാണ് എന്നുള്ള ഒരു കറക്റ്റ് കൺഫർമേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. അപ്പം അങ്ങനെയുള്ളവരെ ഈ കോഡ് വെച്ചിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഗൂഗിൾ ചെയ്യുക. ഗൂഗിൾ ചെയ്യുമ്പോൾ കറക്റ്റ് ലൊക്കേഷനും അതിൻ്റെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതിനനുസരിച്ച് നിങ്ങൾ എക്സാം സെൻറ്റർ എവിടെയാണ് എന്നുള്ളത് ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് തന്നെ ഉണ്ടാവണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഒരു ഫോട്ടോ ഇവിടെ ഉണ്ടായിരിക്കും. മിക്കവാറും എല്ലാ സ്റ്റുഡൻസിനും ഈ ഒരു വർഷം മുതൽ ഹാൾ ടിക്കറ്റിൽ ഫോട്ടോ വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഫോട്ടോ ഇല്ലേന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതുപോലെ ഇവിടെ QR കോഡും ഉണ്ടായിരിക്കും. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് പേജിൽ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ, കറക്റ്റ് അല്ലേ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ബാക്കി അത് കഴിഞ്ഞിട്ട് ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം.
പിന്നെ താഴോട്ട് വരുമ്പോൾ ഇതിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഹാൾ ടിക്കറ്റ്, അതായത് ഹാൾ ടിക്കറ്റിലെ ടൈം ടേബിൾ ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ടൈം ടേബിൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഓരോ ഡേറ്റ് ഓഫ് ദ എക്സാം എന്ന് പറയുമ്പോൾ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ അത് ശ്രദ്ധിക്കണം. ഒരുപാട് സ്റ്റുഡൻസിനെ അത് ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ ഡൗട്ട് ഉണ്ട്, എക്സാം എല്ലാം സെയിം ഡേറ്റിലാണോ എന്നൊക്കെ ചോദിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അത്ര മിനിമം കോമൺ സെൻസ് നിങ്ങൾ യൂസ് ചെയ്യുക. അതായത് ഡേറ്റ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, 13, 19, ഡേറ്റ്, മന്ത്, ഇയർ. അപ്പൊ റിവേഴ്സ് ആണ്, അതായത് ഇയർ, മന്ത്, ഡേറ്റ് ആ ഒരു ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് എക്സാം എപ്പോഴാണ് എന്ന് ഇതിൽ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈവനിങ് ആണോ മോർണിംഗ് ആണോ എന്നുള്ളത് അത് കറക്റ്റ് നോക്കുക. കോഴ്സ് കോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഏത് എക്സാം ഏത് ദിവസമാണ് എന്നുള്ളത് കറക്റ്റ് ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പൊ കോഡ് മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ എന്ന് വിചാരിച്ച് കറക്റ്റ് കോഡ് ഏതിൻ്റെയൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവണം. അപ്പൊ ആ ദിവസം ആ എക്സാം എഴുതുക. തിയറി ആണോ പ്രാക്ടിക്കൽ ആണോ എന്ന് ഇവിടെ മെൻഷൻ ചെയ്യും. പ്രാക്ടിക്കൽ എക്സാം ഉള്ളവർക്ക് പ്രാക്ടിക്കൽ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ടൈം ഇവിടെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ടൈം 2 to 5 ആണ്. അപ്പോൾ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾക്ക് 2 to 5 ആണ് എക്സാം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു 1 hour മുൻപെങ്കിലും എക്സാം ഹാളിൽ എത്താൻ നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പോൾ 2 മണിയാണല്ലോ എന്ന് വിചാരിച്ച് ഒരു 1:45 എത്താമെന്ന് വിചാരിക്കരുത്. 1 hour മുൻപെങ്കിലും എക്സാം സെന്ററിൽ എത്തണം. കാരണം സീറ്റ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പം അത് മൈൻഡിൽ വെച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെയാണ് ടൈം ടേബിളും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഡേറ്റ് മറക്കരുത്, ഇയർ, മന്ത്, ഡേറ്റ് അങ്ങനെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ട് നോക്കുക. പിന്നെ ഏതൊക്കെ കോഴ്സ് കോഡ് വെച്ചിട്ട് ഏതൊക്കെ സബ്ജക്റ്റ് ആണ് എക്സാം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് താഴേക്ക് വരുമ്പോൾ ഇതിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ റൂൾസ് എന്തൊക്കെയാണ് മെൻഷൻ ചെയ്തേക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ദ ഡ്യൂറേഷൻ ഓഫ് ദ എക്സാമിനേഷൻ ഈസ് മെൻഷൻ ഓൺ ദ ഫസ്റ്റ് പേജ് ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പർ. അതായത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുകളിൽ ആ ഒരു എക്സാം എത്ര ഡ്യൂറേഷൻ ആണ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഓരോ എക്സാമും എത്ര അവേഴ്സ് ആണ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, ഇൻ കേസ് ദ ഫോട്ടോ ഓഫ് ദ സ്റ്റുഡന്റ് ഇസ് നോട്ട് visible in the hall ticket, you are requested to paste your latest passport size photograph. അതായത് എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങളുടെ ഫോട്ടോ ഹാൾ ടിക്കറ്റ് ഇല്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. അപ്പൊ ആ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നെക്സ്റ്റ് വരുന്നത് ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് ആണ്. ദ യൂണിവേഴ്സിറ്റി റിസർവ് ദ റൈറ്റ് ടു. അപ്പൊ യൂണിവേഴ്സിറ്റിക്ക് എന്തൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് ചേഞ്ച് വരുത്താൻ പറ്റുന്നതെന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. റീഷെഡ്യൂൾഡ് ക്യാൻസൽഡ് എക്സാമിനേഷൻ പേപ്പർ അറ്റ് എനി ടൈം ഇൻ all examination center across the country or in any particular എക്സാമിനേഷൻ സെന്റർ. അതായത് എന്തെങ്കിലും കാരണം കൊണ്ട് എക്സാം റീഷെഡ്യൂൾ ചെയ്യേണ്ടി വരികയാണെങ്കിൽ, യൂണിവേഴ്സിറ്റിക്ക് പല പ്രശ്നങ്ങളും ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരാം, വളരെ അപൂർവങ്ങളിൽ സംഭവിക്കുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ റീഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടെന്ന്. അപ്പം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, അതൊരു ഓപ്ഷനായിട്ട് കാണരുത്. മിക്കവാറും അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാവാറില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ആ പേപ്പർ ക്യാൻസൽ ചെയ്ത് നെക്സ്റ്റ് ടൈമിലേക്ക്, നെക്സ്റ്റ് അക്കാദമിക് ഇയറിലോട്ട് നിങ്ങൾക്ക് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പം അതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ റൂൾ അനുസരിച്ച് യൂണിവേഴ്സിറ്റിക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, യൂണിവേഴ്സിറ്റി വിൽ try to accommodate the students in the examination center or by them. However, in case the sitting capacity of the center has been extended, the university reserve the right to shift the students from one examination center to another. അതായത് ഒരു എക്സാം സെന്ററിന്റെ കപ്പാസിറ്റി അനുസരിച്ച് അവിടെ സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതായത് എക്സാം എഴുതാൻ പറ്റുന്നില്ല എങ്കിൽ മറ്റൊരു എക്സാം സെന്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് യൂണിവേഴ്സിറ്റിക്ക് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ചേഞ്ച് വരുത്താവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ്. അപ്പം അത് കറക്റ്റായിട്ട് ഹാൾ ടിക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വളരെ ചാൻസ് കുറവാണ് ഈ 2 കാര്യങ്ങളിൽ, എന്നിരുന്നാലും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം ഇത്തരം കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് അങ്ങനെ ചേഞ്ച് വരുവാണെങ്കിലും നിങ്ങൾ പ്രശ്നം വിചാരിക്കരുത്, സാധ്യത വളരെ കുറവാണ്, എന്നിരുന്നാൽ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മെൻഷൻ ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ദ എക്സാമിനീ ഷുഡ് കെയർഫുള്ളി റൈറ്റ് ദർ എൻറോൾമെന്റ് നമ്പർ. അതായത് എൻറോൾമെന്റ് നമ്പർ വളരെ കൃത്യമായിട്ട് എക്സാം എഴുതുന്ന ഒരു സ്റ്റുഡൻറ്റ് കൃത്യമായിട്ട് എഴുതണം. കാരണം അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ
നിങ്ങളുടെ എക്സാമിന്റെ റിസൾട്ട് വരെ പബ്ലിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പഴയ രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻസിനൊക്കെ 9 ഡിജിറ്റ് എൻറോൾമെന്റ് നമ്പർ ആയിരിക്കും. പുതുതായിട്ട് രജിസ്റ്റർ ചെയ്തവർക്ക് 10 ഡിജിറ്റ് എൻറോൾമെന്റ് നമ്പർ ആയിരിക്കും. കൃത്യമായിട്ട് നിങ്ങൾ എഴുതുക. ഇനിയിപ്പോൾ ഒരു കോളം അല്ലെങ്കിൽ 2 കോളം ബാലൻസ് ഉണ്ടെങ്കിൽ അത് ക്രോസ് ഇടാനാണ് പറയുന്നത്. അല്ലാതെ അവിടെ 0 ആഡ് ചെയ്യാനോ അങ്ങനെയൊന്നും പാടില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു 10 ഡിജിറ്റ് എൻറോൾമെന്റ് നമ്പർ ആണ് ആഡ് ചെയ്യാനുള്ളത്. ഇങ്ങനെ ഒരു 10 കോളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 0, 1, 2, 3 അങ്ങനെ ഒരു എൻറോൾമെന്റ് നമ്പർ ആണ്. ലാസ്റ്റ് 2 കോളം ബ്ലാങ്ക് ആയിട്ട് ഇടാതെ നിങ്ങൾ ക്രൂസ് ആണ് അവിടെ ഇടേണ്ടത്. അല്ലാതെ കോളത്തിന്റെ ഉള്ളിൽ 0 ആഡ് ചെയ്യരുത്. 0 നമ്പർ ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ 0 ആഡ് ചെയ്യരുത്. അങ്ങനെ ബാലൻസ് കോളം ഉണ്ടെങ്കിൽ ക്രോസ് ഇടണം എന്നാണ് യൂണിവേഴ്സിറ്റി റൂൾ അനുസരിച്ച് പറയുന്നത്. ഇപ്പൊ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, ഇഫ് എനി പേജ് ഈസ് ആക്സിഡന്റലി ലെഫ്റ്റ് ബ്ലാങ്ക് റൈറ്റ് PTO. ഇപ്പൊ നമുക്കറിയാം ആൻസർ ഷീറ്റ് എന്ന് പറയുന്നത് ഒരു ബുക്ക്ലെറ്റ് ആണ്. എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ ഒരു പേജ് ബ്ലാങ്ക് ആയിട്ട് വിട്ടുപോയി. ഇപ്പൊ മറയ്ക്കുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലും അശ്രദ്ധ കാരണമോ ടെൻഷൻ കാരണമോ നമുക്ക് മറച്ചു പോകും. അപ്പൊ അങ്ങനെ ഉണ്ട് എങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട, അവിടെ PTO മെൻഷൻ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അങ്ങനെ മാക്സിമം ശ്രദ്ധിച്ച് എല്ലാവരും കെയർഫുൾ ആയിട്ട് തന്നെ ആൻസർ ഷീറ്റ് എഴുതുക. അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഇനിയിപ്പോൾ അങ്ങനെ ടെൻഷൻ ഉള്ളവരെ ഇൻവിജിലേറ്റേഴ്സിന്റെ അടുത്ത് പറഞ്ഞാൽ മതി, അവർ ഓപ്ഷൻ പറഞ്ഞു തരും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, പ്ലീസ് സൈൻ ഓൺ ദ അറ്റൻഡൻസ് ഷീറ്റ് ഡ്യൂറിങ് ദ എക്സാമിനേഷൻ. അപ്പോൾ നമുക്കറിയാം അറ്റൻഡൻസ് ഷീറ്റ് എല്ലാ എക്സാമിനും അറ്റൻഡൻസ് ഷീറ്റ് ഉണ്ടായിരിക്കും. നിങ്ങൾ നിർബന്ധമായിട്ടും അതിൽ സൈൻ ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നാണ് യൂണിവേഴ്സിറ്റിയുടെ റൂൾ അനുസരിച്ച് പറയുന്നത്. അപ്പൊ എക്സാമിന് പോയാൽ മാത്രം പോരാ, അവിടെ പറയുന്ന എല്ലാ റൂൾസും കാര്യങ്ങളും നിങ്ങൾ കീപ്പ് ചെയ്യണം, ശ്രദ്ധിക്കണം, കൃത്യമായിട്ട് ചെയ്യണം. ഓക്കെ. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത്, ആർ അലൗഡ് ടു അപ്പിയർ ഫോർ ദ എക്സാമിനേഷൻ ഓൺലി ഫോർ ദ കോഴ്സ് മെൻഷൻ ഇൻ ദ ഹാൾ ടിക്കറ്റ്. എക്സാം എഴുതാൻ ഒരു സ്റ്റുഡൻറ്റിന് പറ്റുന്നത് ഹാൾ ടിക്കറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന കോഴ്സുകൾക്ക് അല്ലെങ്കിൽ സബ്ജക്റ്റുകൾക്ക് മാത്രമാണ്. അല്ലാതെ അതിലില്ലാത്ത സബ്ജക്റ്റിന് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല. ഹാൾ ടിക്കറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന സബ്ജക്റ്റ് മാത്രമാണ് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ദ കാൻഡിഡേറ്റ് ഷുഡ് ചെക്ക് ദ സിഗ്നേച്ചർ ഓഫ് ദ ഇൻവിജിലേറ്റേഴ്സ്. അതായത് ഇൻവിജിലേറ്റേഴ്സും സൈൻ ചെയ്യേണ്ട ഒരുപാട് പോർഷൻസ് ഉണ്ടെന്ന് അറിയാം. ആൻസർ ഷീറ്റ് ആയാലും അതുപോലെ അറ്റൻഡൻസ് ഷീറ്റ് ആയാലും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻവിജിലേറ്റേഴ്സും സൈൻ ചെയ്തിട്ടില്ലേ എന്നുകൂടെ നിങ്ങൾ ഉറപ്പുവരുത്തണം. എന്നാൽ മാത്രമാണ് കൃത്യമായിട്ട് നിങ്ങൾ എക്സാം കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് റൂൾ എന്ന് പറയുന്നത്, എക്സാമിനി should not that they shall not be allowed to appear at any other exam center except the venue mentioned in the admit card. ഏതെങ്കിലും കാരണം കൊണ്ട്, അതായത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ മെൻഷൻ ചെയ്യാത്ത എക്സാം സെന്ററിൽ ഒരിക്കലും നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല. അപ്പം മെൻഷൻ ചെയ്ത എക്സാം സെന്ററിൽ മാത്രമാണ് നിങ്ങൾ എക്സാം എഴുതേണ്ടത്. നെക്സ്റ്റ് 7th പോയിന്റ് എന്ന് പറയുന്നത്, നീഡ് ടു കോൺടാക്ട് ദ റെസ്പെക്റ്റീവ് റീജിയണൽ സെന്റർ ഫോർ ഒബ്റ്റെയിനിങ് പെർമിഷൻ ഓഫ് ദ യൂസ് എമിനിസ്. അതായത് എന്തെങ്കിലും കാരണം കൊണ്ട് ഏതെങ്കിലും സ്റ്റുഡൻസിന് സ്ക്രൈബൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവർ നേരിട്ട് റീജിയണൽ സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ അനുവാദത്തോടു കൂടെ വേണം എക്സാം ഹാളിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, എക്സാമിനി മസ്റ്റ് ബി ഇൻ ദ പൊസിഷൻ ഓഫ് ദ വാലിഡ് ഐഡന്റിറ്റി കാർഡ് ഇഷ്യൂഡ് ബൈ ദ IGNOU ഡ്യൂറിംഗ് ദ എക്സാമിനേഷൻ. യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്ത ഹാൾ ടിക്കറ്റും ID കാർഡും കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് എക്സാം ഹാളിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. 9th പോയിന്റ് എന്ന് പറയുന്നത്, മൊബൈൽ ഫോൺ ഓർ എനി അതർ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് ആർ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ഇൻസൈഡ് ദ എക്സാമിനേഷൻ ഹാൾ. അതായത് മൊബൈൽ ഫോണും ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളൊന്നും എക്സാം ഹാളിൽ പെർമിഷൻ ഇല്ല. അപ്പോൾ അത് നിർബന്ധമായിട്ട് നിങ്ങൾ പുറത്ത് വെച്ചതിന് ശേഷം മാത്രമാണ് എക്സാം ഹാളിലേക്ക് കയറാൻ പറ്റുള്ളൂ. 10th പോയിന്റ് എന്ന് പറയുന്നത്, കാൽക്കുലേറ്റേഴ്സ് ആർ അലൗഡ് ടു യൂസ് ഇൻ ദ എക്സാമിനേഷൻ unless otherwise not permitted through the instructions in the question paper. ക്വസ്റ്റ്യൻ പേപ്പറിൽ കാൽക്കുലേറ്റേഴ്സ് അലൗഡഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് 11th പോയിന്റ് എന്ന് പറയുന്നത്, മീഡിയം ഓഫ് എക്സാമിനേഷൻ ആണ്. നമുക്ക് എക്സാം രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് മീഡിയത്തിലാണ് എക്സാം എഴുതുന്നത്, ഹിന്ദി ഓർ ഇംഗ്ലീഷ് ആണ് നമുക്ക് പറ്റുന്നത്. ഏത് മീഡിയം ആണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നുണ്ടാവുക, ആ മീഡിയത്തിലാണ് നിങ്ങൾ എക്സാം എഴുതേണ്ടത്. നെക്സ്റ്റ് 12th പോയിന്റ്, ആൻസർ റിട്ടൺ ഇൻ എനി അതർ റീജിയണൽ ലാംഗ്വേജ് ഇൻ വിച്ച് ദ പ്രോഗ്രാം ഇസ് നോട്ട് ഓഫേർഡ് വിൽ നോട്ട് ബി വാലുവേറ്റ്. അതായത് എക്സാം ഇപ്പോൾ നിങ്ങളുടെ റീജിയണൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ മലയാളത്തിലാണ് എക്സാം എഴുതുന്നത് എങ്കിൽ അത് ഒരിക്കലും വാലുവേറ്റ് ചെയ്യില്ല. അങ്ങനെ ഒരു എക്സാം അറ്റൻഡ് ചെയ്തതായിട്ടോ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യില്ല. അപ്പം അതുകൊണ്ട് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജ് ആണ് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത്
എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് മീഡിയ ആണോ ചൂസ് ചെയ്തിരിക്കുന്നത് ആ മീഡിയത്തിൽ തന്നെ നിങ്ങൾ എക്സാം എഴുതണം. നെക്സ്റ്റ് പറയുന്നത് ലേണേഴ്സ് അപ്പിയറിംഗ് ഫ്രം TEE June 2024 ആൻഡ് ഓൺവേർഡ്സ് ഇൻ CRD PGDRD ആർ പെർമിറ്റഡ് ടു റൈറ്റ് ദർ സ്ക്രിപ്റ്റ് ഇൻ ബംഗാളി ലാംഗ്വേജ്. അപ്പോൾ അങ്ങനെ ഒരു റൂൾ അനുസരിച്ച് ബംഗാളി ലാംഗ്വേജും സ്ക്രിപ്റ്റ് അലൗഡഡ് ആണ്. അപ്പോൾ നമുക്ക് നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതല്ല, എന്നിരുന്നാലും റൂളിൽ അത് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ നമുക്ക് 13th പോയിന്റ് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഓഫ് ദ ഫോളോയിങ് 8 കോഴ്സ് വിൽ ബി ദ ഒബ്ജക്റ്റീവ് ടൈപ്പ്. അത് ഏതൊക്കെ കോഴ്സുകളാണ് കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ കോഴ്സുകളൊക്കെ ചൂസ് ചെയ്തിരുന്നവർ ശ്രദ്ധിക്കുക, ഈ കോഴ്സുകൾ കംപ്ലീറ്റ്, ഈ 8 കോഴ്സുകൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ എലക്റ്റീവ് ആയിട്ടുള്ള കോഴ്സുകളായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കാം. ദ എക്സാമിനേഷൻ ഓഫ് ദ കോഴ്സ് കോഡ്, ഈ 2 കോഴ്സ് കോഡ് ഉണ്ടെങ്കിൽ CH പ്രോഗ്രാം വിൽ ബി കണ്ടക്റ്റഡ് ഇൻ ഡിസ്ക്രിപ്റ്റീവ് മോഡ് ഓൺലി. അപ്പോൾ ഏതൊക്കെ കോഴ്സ് ഏതൊക്കെ രീതിയിലാണ് എക്സാം വരുന്നതെന്ന് കൃത്യമായിട്ട് ഹാൾ ടിക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് 14th പോയിന്റ് എന്ന് പറയുന്നത് ദ റിക്വസ്റ്റഡ് ഫോർ ദ ചേഞ്ച് ഇൻ ദ ഡേറ്റ് ആൻഡ് സെഷൻ ഓഫ് ദ എക്സാം വിൽ നോട്ട് എന്റർടൈൻഡ്. അതായത് ഡേറ്റോ അല്ലെങ്കിൽ ടൈമോ ചേഞ്ച് ചെയ്യുന്നത് ഒരിക്കലും എക്സാം സെൻറ്ററോ അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേക റിക്വസ്റ്റ് കൊടുത്തത് കൊണ്ടോ ഒന്നും അത് ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ നമുക്ക് അത് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മളുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് ഉള്ളത് കൊണ്ട് മാത്രം എക്സാം ഡേറ്റോ എക്സാം ടൈമോ മാറ്റില്ല. അപ്പോൾ അത് ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് രജിസ്റ്റേർഡ് ഫോർ ദ അപ്പിയറിംഗ് ദ പ്രാക്ടിക്കൽ ലാബ് എക്സാം they should be contact their regional center for venue and schedule for the exam. അതായത് പ്രാക്ടിക്കൽ എക്സാമോ ലാബ് എക്സാമോ ഉള്ള സ്റ്റുഡൻസ് മസ്റ്റായിട്ടും നിങ്ങൾ റീജിയണൽ സെൻറ്ററായിട്ട് കോൺടാക്ട് ചെയ്യുക. അവരാണ് നിങ്ങൾക്ക് എക്സാം എവിടെയാണ് നടക്കുന്നത് എന്നുള്ളൊരു കൺഫർമേഷൻ തരുന്നത്. നെക്സ്റ്റ് 16th one എന്ന് പറയുന്നത് എൻട്രി ഇൻ ടു ദ എക്സാമിനേഷൻ ഹാൾ ഷാൽ ബി ക്ലോസ്ഡ് ആഫ്റ്റർ 15 minutes. അതായത് എക്സാം സ്റ്റാർട്ട് ചെയ്ത് 15 minutes കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു സ്റ്റുഡൻറ്റിനെയും എക്സാം ഹാളിലേക്ക് എൻട്രി ചെയ്യിപ്പിക്കില്ല. മിനിമം 1 hour എങ്കിലും എക്സാം ഹാളിൽ നിങ്ങൾ ഇരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള റൂൾസ് ആണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് 18th പോയിന്റ് എന്ന് പറയുന്നത് ദ ഹാൾ ടിക്കറ്റ് ഈസ് വാലിഡ്. ഏതൊക്കെ രീതിയിലാണ് ഹാൾ ടിക്കറ്റ് വാലിഡ് ആയിട്ട് വരുന്നത്? അപ്പോൾ നിങ്ങളുടെ ആ ഒരു എക്സാം ടൈം കഴിയുന്നത് വരെ എന്തായാലും കീപ്പ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് റിവാലുവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ റിസൾട്ട് വന്ന്, അതായത് എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഹാൾ ടിക്കറ്റ് ഇനി ആവശ്യമില്ല എന്ന് വിചാരിക്കരുത്. അത് ഏതൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടതെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 19th പോയിന്റ് നോ എക്സാമിനി ഈസ് അലൗഡ് ടു ടേക്ക് away the answer sheet out of the exam. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആൻസർ ഷീറ്റും എടുത്തുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എക്സാം സെന്ററിന്റെ പുറത്ത് പോകരുത്. അപ്പം അത് അലൗഡ് അല്ല. ആൻസർ ഷീറ്റ് കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾ എക്സാം സെന്റർ ലീവ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് 20th പോയിന്റ് ഇംപേഴ്സണേഷൻ വിൽ ബി റിപ്പോർട്ടഡ് ടു ദ പോലീസ്. അതായത് ആൾമാറാട്ടം. ഇപ്പം നമുക്കറിയാം പല കാര്യങ്ങളും പല രീതിയിലും തെറ്റായ കാര്യങ്ങൾ സ്റ്റുഡൻസ് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അലൗ ചെയ്യുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ നേരിട്ട് പോലീസുമായിട്ട് അവർ ഡീൽ ചെയ്യുന്നതാണ് അവരുടെ റൂളിൽ പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 20th one സ്റ്റുഡൻറ് ആർ അഡ്വൈസ് ടു റിവൈസ് എ കോപ്പി ദെയർ ഹാൾ ടിക്കറ്റ്. നേരത്തെ പറഞ്ഞു ഹാൾ ടിക്കറ്റ് നമുക്ക് ആവശ്യമുള്ളതാണ്. ഒരു കോപ്പി എടുത്തിട്ടെങ്കിലും നിങ്ങൾ കീപ്പ് ചെയ്യണം. അത് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യം വരും. നമുക്കറിയാം ഈ കോഴ്സ് കഴിയുന്നവരെ നിങ്ങൾ ഓരോ ഹാൾ ടിക്കറ്റ് കീപ്പ് ചെയ്യാം. നമുക്ക് എന്താണ് എപ്പോഴാണ് ആവശ്യം വരിക എന്ന് അറിയില്ല. അപ്പോൾ ഒരു കോപ്പി മസ്റ്റായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ അസൈൻമെന്റ്സ് ആൻഡ് പ്രൊജക്ട് പ്രാക്ടിക്കൽ മാർക്സ് June 2025 എക്സാമിനേഷൻ വിൽ ബി അപ്ലോഡഡ് വിത്ത് ദ റിസൾട്ട് ഓഫ് June 2025 TE. അതായത് ടേം എൻഡ് എക്സാമിനേഷൻ്റെ പ്രാക്ടിക്കൽ അതുപോലെ അസൈൻമെന്റ് പ്രൊജക്ട് മാർക്കൊക്കെ നിങ്ങളുടെ ഗ്രേഡ് കാർഡിന്റെ ഒപ്പം ആഡ് ആയിട്ട് വരും എന്നുള്ളതാണ് അവർ ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് 2 പോയിന്റ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അവരെന്തൊക്കെ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. 23rd പോയിന്റ് എന്ന് പറയുന്നത് ദ സ്റ്റുഡൻറ് അപ്പിയറിംഗ് ദ ടേം ആൻഡ് എക്സാമിനേഷൻ. ഈ 2 കോഴ്സുകൾക്ക് അവർക്ക് സ്റ്റാൻഡേർഡ് ബ്രില്യൻറ്റ് ഡിക്ഷണറി യൂസ് ചെയ്യാം. അതുപോലെ ഇലക്ട്രോണിക് ഡിക്ഷണറി അവർക്ക് അവൈലബിൾ അല്ല. മൊബൈൽ ഡിക്ഷണറിയും അവർക്ക് അവൈലബിൾ അല്ല. 24th പോയിന്റ് എന്ന് പറയുന്നത് ദ സ്റ്റുഡൻറ് ഓഫ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇയർ എക്സാമിനേഷൻ MA എടുക്കുന്ന, അതായത് ജ്യോതിഷ് പ്രോഗ്രാം എടുക്കുന്നവർക്ക് ഈ 2 എക്സാമിനും അവർക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അത് ഓരോ സബ്ജക്റ്റിനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നു എന്നേ ഉള്ളൂ. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. അതായത് ഓൾമോസ്റ്റ് ഒരു 24 പോയിന്റ്സ് അവരുടെ ഇൻസ്ട്രക്ഷനിൽ പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കുന്ന, ഇപ്പോൾ ഓരോ സ്റ്റുഡൻറ്റിനും അറിയാം അവരവർ എടുത്ത കോഴ്സ് ഏതാണെന്നറിയാം. അപ്പോൾ അവരവർ ബാധിക്കുന്ന ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻ നിങ്ങൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക. അതിനനുസരിച്ച് മാത്രം എക്സാം സെൻറ്ററിൽ പോവാം. നേരത്തെ പറഞ്ഞ പോലെ എക്സാമിന് പോകുമ്പോൾ മിനിമം ഒരു 1 hour മുൻപെങ്കിലും എക്സാം ഹാളിൽ എത്താൻ ട്രൈ ചെയ്യണം.
അവസാന ടൈം ആയതുകൊണ്ട് ഒട്ടും ഹറിബറി ആവരുത്, റിലാക്സ് ചെയ്ത് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഹാൾ ടിക്കറ്റും ID കാർഡും അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളുമാണ് എക്സാം സെന്ററിൽ പോകുമ്പോൾ കൃത്യമായിട്ടും കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഹാൾ ടിക്കറ്റ് റിലേറ്റ് ചെയ്ത് അഡ്മിറ്റ് കാർഡ് റിലേറ്റ് ചെയ്താൽ ഓൾമോസ്റ്റ് എല്ലാ ഡൗട്ടും എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷനും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. എനിവേ, താങ്ക്